നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ വെളിയം അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലാണ്. അപ്പോൾ അവിടെ മഹാശിവപുരാണ യജ്ഞം നടക്കുകയാണ്. നവംബർ 3 തുടങ്ങി 11 ഈ യജ്ഞം അവസാനിക്കുന്നത്. യജ്ഞാചാര്യനായി എത്തുന്നത് ദേവശ്രേഷ്ഠൻ ശ്രീ കണ്ണൻ വേദിക് അവറുകളാണ്. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ബ്രഹ്മദേവനെ ചെന്ന് കണ്ട് പരിഹാരം ചോദിച്ചു. ഭഗവാനെ, അറിഞ്ഞല്ല, ഞാൻ അതിനുള്ള ശരിക്കുമുള്ള ആദരവ് കൊടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഹരിപ്രസാദത്തെ മസ്തകത്തിൽ വെച്ചത്. പക്ഷെ ഐരാവതമാണ് ഈ പണി ചെയ്തത്. അതുകൊണ്ട് എന്തെങ്കിലും ഉപായം പറഞ്ഞ് പൂർവസ്ഥിതി ആക്കണം. ബ്രഹ്മദേവൻ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കും. കാര്യമെന്താ? എന്റെ പ്രസാദം അല്ല നീ നിരാകരിച്ചത്. ആരുടെ പ്രസാദമാണ്? വിഷ്ണുവിന്റെ പ്രസാദം. അതുകൊണ്ട് വിഷ്ണുവിനോട് തന്നെ അതിന്റെ പരിഹാരം ചോദിക്കാമെന്ന് പറഞ്ഞ് ദേവന്മാരും വിഷ്ണു ഭഗവാൻ വസിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര. ബ്രഹ്മദേവനോടൊപ്പം ബ്രഹ്മദേവനുമായി ശ്രദ്ധിക്കണേ, ബ്രഹ്മദേവനുമായി വൈകുണ്ഠ ലോകത്ത് ചെന്നു വിഷ്ണു ഭഗവാനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി, ദർശനം ലഭിക്കുവാൻ വേണ്ടി. ഇല്ല, ആരോഗ്യമില്ലെങ്കിൽ ആരോഗ്യമുള്ളവരെ കൂടെ കൂട്ടുക, പോകാൻ പറ്റും. ശ്രദ്ധിക്കണേ, ഓരോ എളുപ്പ വഴികൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക് നഷ്ടപ്പെട്ടു? അവരെല്ലാവരും കൂടി ഉള്ള ശബ്ദത്തിൽ പുരുഷ സൂക്ത മന്ത്രത്താൽ ആ വിഷ്ണു ഭഗവാനെ സ്തുതിച്ചു. ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രഭ എന്ന ഏറ്റവും പ്രാധാന്യമുള്ള വിഷ്ണു സ്തുതി, അല്ല ദേവസ്തുതി. മഹാദേവനും ഏറ്റവും ഇഷ്ടമുള്ള സ്തുതിയാണ്. അതൊക്കെ നമുക്കൊരു ദിവസം കേൾക്കാം. ആ സ്തുതിയാൽ ഭഗവാനെ പ്രസാദിപ്പിച്ചു. വിഷ്ണു ഭഗവാൻ പറഞ്ഞു, എന്റെ പ്രസാദമല്ലേ നിരാകരിച്ചത്, കുഴപ്പമില്ല. പക്ഷെ എന്റെ പ്രസാദം തിരിഞ്ഞു നോക്കിക്കൊള്ളുക. താൻ ഭക്തിപൂർവ്വം ഇതെല്ലാം കേട്ട കഥയാണ്. ദുർവാസാവ് മഹർഷി അവിടെ പോയിരുന്നു, വൈകുണ്ഠ ലോകത്ത് പോയിരുന്നു. അവിടുത്തെ ദേവനായ ജനങ്ങൾ ആക്കുകൊടുത്തു. ദുർവാസാവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ദേവനായ ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഭീതിപ്പെടുത്തുവാൻ, ഒഴിവാക്കാൻ എത്രയും വേഗം അദ്ദേഹത്തിന് ഒഴിവാക്കി. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഭക്തിയോടുകൂടി എന്തു കൊടുത്തു? നമസ്കാരം. ശിവപുരാണം തുടങ്ങുവാണല്ലോ ഇന്നോട്ട്. എത്ര ദിവസത്തെ പരിപാടിയാണ്? ഇന്നലെ തുടങ്ങി. 9 ദിവസത്തെ പരിപാടിയാണ്. ഓക്കെ. 9 ദിവസം അന്നദാനം ഉണ്ടോ? 9 ദിവസം അന്നദാനം. ഓക്കെ.